മനുഷ്യന്റെ വാക്കുകളിലും ചിന്തകളിലും വിത്തുകളായി വീണുമുളച്ച് നന്മയുടെ വടവൃക്ഷങ്ങളാകുമ്പോൾ സംഗീതം പ്രകൃതിയെ സാന്ദ്രമാക്കുന്നു. സംഗീത സാന്ദ്രമായ കുട്ടിപ്പട്ടുറുമാലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസ്. സംഗീതത്തിന്റെ സമഗ്രതയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസ്. വിജയികളെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ്. ഇന്നത്തെ കോമ്പറ്റീഷൻസിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് പ്രധാനമായും 2 റൗണ്ടുകളിലാണ് നമ്മുടെ കുരുന്നു പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഉമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെക്കുറിച്ചൊക്കെ പുകഴ്ത്തി പാടുന്ന ഉമ്മ റൗണ്ട്, രണ്ടാമത്തേത് പ്രണയം നിറഞ്ഞു നിൽക്കുന്ന, പ്രണയം തുളുമ്പി നിൽക്കുന്ന ഡ്യുവറ്റ് റൗണ്ടുമാണ്. ഇനി നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ആദ്യമായി കുട്ടിപ്പട്ടുറുമാലിന് എല്ലാവിധ സപ്പോർട്ടും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ഗായകൻ, പ്രിയ വിധികർത്താവ് ഫിറോസ് ക, സ്വാഗതം. കുറെ നല്ല പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയ ഗായിക, നമ്മുടെ ജഡ്ജ് കൂടിയായ ഷബ്നം, സ്വാഗതം. എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടെ നല്ല മധുരം നിറഞ്ഞ പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സജ്ല. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീമിനെയാണ്. എപ്പോഴും വളരെ മനോഹരമായ പെർഫോമൻസസ് നൽകിക്കൊണ്ട് കുട്ടികളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീം, വെൽക്കം. ഇത് പാടും ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിസിപ്പൻറ്റിനെ അല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ജഡ്ജിനെ തന്നെയാണ്. കുറേ നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച, എപ്പോഴും നല്ല പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്ന കുട്ടിപ്പട്ടുറുമാലിലെ കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന പ്രിയപ്പെട്ട ഷബ്നം.
മനോഹരമായൊരു പാട്ടിലൂടെ തന്നെയാണ് കുട്ടിപ്പട്ടുമാലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജഡ്ജസിൻ്റെ ഇതുപോലുള്ള ഗംഭീര പെർഫോമൻസസ് നമ്മുടെ കുരുന്നുകൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപാട് നന്ദി ഷപ്നം. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വണ്ടർഫുൾ സോങ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഉമ്മ റൗണ്ടിൽ ഉമ്മയുടെ വാത്സല്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ പാടാനായി എത്തുന്നു തേജ. അടുത്തതായി പാടാൻ പോകുന്നത് ഉമ്മ റൗണ്ടില് തേജയാണ്. ഹായ് തേജ. ഹായ് ചേച്ചി. ഉമ്മ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഉമ്മ എന്ന രണ്ടക്ഷര പൊരുളറിയുമോ കൂട്ടരെ. പാട്ടെല്ലാം പഠിച്ചോ? പഠിച്ചു. അമ്മ എത്ര ഇഷ്ടാ? ഒരുപാട് ഇഷ്ടാ. രണ്ടിലേയും പാടാമോ? ഉമ്മ എന്ന രണ്ടക്ഷര പൊരുളറിയുമോ കൂട്ടരെ, ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹചരേ, ഉമ്മയോളമില്ലതു നീയാവിലേതു സ്നേഹവും, ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും. നല്ല പാട്ട്, നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തേജക്കുട്ടി, എന്തോ? തേജക്കുട്ടിക്ക് അമ്മ കുക്ക് ചെയ്ത് തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? ബിരിയാണി. ബിരിയാണിയാണ്. ആഹാ, എന്ത് ബിരിയാണിയാണ് അമ്മ ഉണ്ടാക്കി തരാറുള്ളത്? ചിക്കൻ ബിരിയാണിയാണോ? ആണ്. അപ്പോൾ തേജയ്ക്ക് വലുതാവുമ്പോൾ പാട്ടുകാരി ആവണം എന്നാണോ അതോ പാട്ട് ടീച്ചർ ആവണം എന്നാണോ ആഗ്രഹം? മ്യൂസിക് ടീച്ചർ. ടീച്ചർ ആവണം എന്നാണ്. അപ്പോൾ എന്തായാലും തേജക്കുട്ടിയുടെ അമ്മയുടെ ആഗ്രഹവും അത് തന്നെയാണ്, നല്ലൊരു മ്യൂസിക് ടീച്ചർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. അപ്പോൾ അമ്മയ്ക്കുള്ളൊരു നല്ല ഗിഫ്റ്റായിട്ട് ഈ പാട്ട് കൊടുക്കാം അല്ലേ? യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉമ്മ എന്ന രണ്ടക്ഷര പൊരുളറിയുമോ കൂട്ടരെ, ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹചരേ, ഉമ്മയോളമില്ലതു നീയാവിലേതു സ്നേഹവും, ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും, ഉമ്മ എന്ന രണ്ടക്ഷര പൊരുളറിയുമോ കൂട്ടരെ, ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹചരേ, ഉമ്മയോളമില്ലതു നീയാവിലേതു സ്നേഹവും, ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും. കൂട്ടരെ, ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹചരേ, ഉമ്മയോളമില്ലതു നീയാവിലേതു സ്നേഹവും, ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും. സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ
കൂട്ടരെ ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹജരെ ഉമ്മയോളമില്ല ദുനിയാവിലേതു സ്നേഹവും ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും ഉമ്മ എന്ന രണ്ടക്ഷര പൊരുളറിയുമോ കൂട്ടരെ ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹജരെ ഉമ്മയോളമില്ല ദുനിയാവിലേതു സ്നേഹവും ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും. തേജക്കുട്ടി, എന്തോ തേജക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. ഈ പാടിയത് എന്താണെന്ന് വല്ലതും അറിയോ? എന്താ തേജ പാടിയത്? അമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗം അല്ലേ? എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഓടിപ്പോയി പറയുന്ന, ചെറുതായാലും വലുതായാലും അമ്മയോടാണ് അല്ലേ? എന്തിനാ കരയുന്നത്? ഉമ്മയെ വിളിച്ചാലോ ഇങ്ങോട്ട്? വിളിക്കണ്ടേ? അപ്പോൾ തേജയുടെ അമ്മ. ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹജരെ ഉമ്മയോളമില്ല ദുനിയാവിലേതു സ്നേഹവും ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ് സ്വർഗവും. വലിയ വലിയ കാര്യങ്ങളൊക്കെ പാടി. പക്ഷെ അതിൻ്റെ അർത്ഥം തേജക്കുട്ടിക്ക് അറിഞ്ഞിട്ടാണോ എന്ന് ചേച്ചിക്ക് അറിയില്ല. പക്ഷെ അമ്മയെക്കുറിച്ചാണ് പാടിയത്. അമ്മയുടെ മഹത്വം, സ്നേഹം, ആ സന്തോഷത്തിൽ കണ്ടു നിറഞ്ഞാണ് അല്ലേ? അല്ലേ? സന്തോഷം കൊണ്ടല്ലേ കരഞ്ഞത്? അപ്പൊ ഇനി നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു തേജയുടെ പാട്ടെന്ന്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു തേജയുടെ പാട്ട്? കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. അമ്മയ്ക്കും കുറച്ച് സങ്കടമായോ തേജയുടെ പാട്ട് കേട്ടിട്ട്? കരഞ്ഞോണ്ട്. തേജയെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ അതെന്തായിരിക്കും? 2.5 വയസ്സ് മുതൽ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. 3.5 വയസ്സായപ്പോഴേ സ്റ്റേജിൽ പാടിയുണ്ട്. നമ്മ പാട്ട് പാടുവോ തേജ? കുറച്ച് പാട്ട് പാടാറില്ലേ? ചിലപ്പോൾ പാടി തരാറുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു നല്ല പാട്ട് തേജ തന്നെ റിക്വസ്റ്റ് ചെയ്ത് തേജ പാട്ട് പാടി കുഞ്ഞിലെ കൂടുതൽ കേൾപ്പിച്ചൊരു പാട്ട് നമുക്ക് അമ്മയെ കൊണ്ട് പാടിക്കാം അല്ലേ അമ്മ? രാരീരാരീരം രാരോ പാടീരാ കിളി പാടി രാരീരാരീരം രാരോ പാടീരാ കിളി പാടി. അപ്പോൾ അമ്മയുടെ ഈ രാരീരാരീരം രാരോ കേട്ടാണ് തേജക്കുട്ടി പാട്ട് പാടാൻ തുടങ്ങിയല്ലേ? അല്ലേ? ഇനി തേജയുടെ ഈ റൗണ്ടിലെ പെർഫോമൻസിനെ പറ്റി നമ്മുടെ ജഡ്ജസിന്റെ വിലയിരുത്തലുകളിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഷപ്നം, എങ്ങനെയുണ്ടായിരുന്നു തേജയുടെ ഉമ്മ റൗണ്ടിലെ പെർഫോമൻസ്? നന്നായിട്ട് പാടി. എനിക്ക് തോന്നിയ 2-3 സ്ഥലങ്ങളാണ് മോളെ. അത് മോളി കുഞ്ഞു പ്രായമായതുകൊണ്ട് അതൊരു വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ എന്നാലും പറയണ്ടേ നമ്മൾ, അതുകൊണ്ട് ഞാൻ പറയാണ്. ഈ പ്രൊനൗൺസിയേഷനിൽ സ്വർഗം എന്നല്ലേ പറയണ്ടേ? അത് മോള് അങ്ങനത്തെ സ്വർഗം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചില പോർഷൻസ് തേജക്കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ തേജ നല്ലൊരു സിംഗറാണ്, എല്ലാ കഴിവുകളുമുണ്ട്. പക്ഷേ തേജ ചില സ്ഥലങ്ങളിൽ കുറച്ച് ഉഴപ്പൊന്നുമുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല തേജക്കുട്ടി, നന്നായിട്ട് തന്നെയാണ് പാടിയത്, ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഷപ്നം. സജ്ല, തേജക്കുട്ടിയുടെ പാട്ടിൽ വന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരുന്നു. അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള പല്ലവിയൊക്കെ ചെറിയൊരു പിച്ച് ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോൾക്ക് കുറച്ചുകൂടെ ഒരു നോട്ടും കൂടി കൂട്ടി പാടായിരുന്നു, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. പിന്നെ ഭയങ്കര ടഫായിട്ടുള്ള സോങ്ങൊന്നും അല്ല ഇത്, ഒരു ആവറേജ് സോങ് ആണ്. അത് മോൾക്ക് എനിക്ക് തോന്നുന്ന മോളുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു സെലക്ഷൻ തന്നെയാണ്. എന്നാലും കുറച്ചുകൂടെ മോളെ അതിൽ കുറച്ചുകൂടെ ഫീലൊക്കെ കൊണ്ടുവരണം. അതിന് മോള് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സക്സസ് ആവുന്നില്ല. മോള് ആ ഫീൽ കൊടുക്കാൻ നോക്കുമ്പോഴേക്കും കുറച്ച് ഒരു വിരയിൽ വരുന്നു മോളെ. ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഫിറോസ്, തേജക്കുട്ടി കരച്ചിലൊക്കെ നിന്നോ അതോ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണോ? അല്ലല്ലോ, സ്നേഹത്തിൻ്റെ കണ്ണീരാട്ടോ. അമ്മ കൂടെ നിന്നപ്പോൾ, അമ്മ പാടി തന്നപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ രാരീരാരീരം 2 ലൈൻ പാടിയിട്ട് ഉടനെ കടന്നു പോവും. പൂമിഴികൾ പൂട്ടിമല്ലേ, അതിലേക്ക് കടന്നു വന്നില്ല. ഞാൻ അതിങ്ങനെ പ്രതീക്ഷിക്കുകയായിരുന്നു. പിന്നെ ഈ പാട്ടിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ടോ?
ഉമ്മ കോടതിയാണെന്നാണ് പറഞ്ഞത്. അമ്മ എന്താ കോടതി എന്ന് പറഞ്ഞാൽ, അച്ഛൻ പോയിക്കോ അവിടുന്ന് എന്ന് പറയും ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അല്ലേ. ഉടനെ ചെല്ലുന്ന ആരുടെ അടുത്തേക്കാ മോളെ? അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ അമ്മ ഒന്ന് ആശ്വസിപ്പിക്കും. നിങ്ങൾ എന്തിനാ കുട്ടിയോട് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആശ്വാസമായി. അതാണ് കോടതി. ആ തീർപ്പിനെയാണ് നമ്മൾ കോടതി എന്ന് ഉദ്ദേശിച്ചത്. മോള് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മോൾക്ക് ചേർന്നൊരു പാട്ട് പാടി കേട്ടോ. കിളിയായിട്ട് നിന്ന്, ഒരു കിളി പോലെ നിന്ന്, ഒരു കിളി പാടുന്ന പോലെ പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി തേജയുടെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് എത്ര മാർക്കാണ് നമ്മുടെ വിധികർത്താക്കൾ നൽകുന്നതെന്ന് നോക്കാം. ആദ്യം ഫിറോസ്കിൽ നിന്ന് തന്നെ തുടങ്ങാം. 40-ൽ എത്ര മാർക്കാണ്? 37.5. 37.5 on 40. ഇനി സജില 30-ൽ എത്ര മാർക്കാണ്? 27.5. 27.5. again on 30. ഷബ്നം എത്ര മാർക്കാണ്? 27.5. 27.5. സോ ഈ റൗണ്ടിൽ തേജയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 92.5. 92.5 മാർക്കാണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഒരുപാട് നന്ദി മോളെ ഇവിടെ എത്തിയതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഈ വേദിയിൽ ഇനി ഡ്യൂവറ്റ് റൗണ്ടിൽ പ്രണയം നിറഞ്ഞൊരു സുന്ദരമായ പാട്ടുമായി എത്തുകയാണ് അനന്തകൃഷ്ണൻ ആൻഡ് അസ്ന. അടുത്തതായി പാടാൻ പോകുന്ന പരസ്പരം റൗണ്ടിൽ അസ്നയിത്തായും അനന്ത് ചേട്ടനുമാണ്. അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഹായ് അസ്നാത്ത. ഹായ് അലേന. പരസ്പരം റൗണ്ടിൽ ഏത് പാട്ടാണ് പാടാൻ പോണേ? പിഞ്ചായ നാളുതൊട്ട് എന്ന പാട്ടാണ്. രണ്ടിലെയും പാടാം ആ പാട്ട്. പിഞ്ചായ നാള് തൊട്ട് പഞ്ചാര മാഞ്ചുവെട്ടിൽ കൊഞ്ചിക്കുഴഞ്ഞ് ഞമ്മൾ കാത്തിരുന്നല്ലോ, കൊഞ്ചിക്കുഴഞ്ഞ് ഞമ്മൾ കാത്തിരുന്നല്ലോ. പഞ്ചാര മാവ് പൂത്ത് പഞ്ചാര കായ് പഴുത്ത് പഞ്ചരസം നുകരാൻ കാലമായല്ലോ, പഞ്ചവർണ്ണ കിളി കാലമായല്ലോ. നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അനന്തു പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് റെഡിയായി വന്നിരിക്കുകയാണ്. അസ്നയോ? ഒരു റൊമാൻറ്റിക് സോങ് അല്ലേ? സാധാരണ ഇതുവരെയുള്ള നമ്മുടെ റൗണ്ട്സിലൊക്കെ, ഡ്യുവറ്റ് റൗണ്ടിലൊക്കെ വന്ന് തകർത്ത് പെർഫോം ചെയ്തിട്ടാണ് കണ്ടസ്റ്റൻസ് പോയത്. ഒരുപാട് ചിരിപ്പിക്കാനും രസിപ്പിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഇതിനകത്ത് അതുപോലെ എന്തെങ്കിലും ഉണ്ടോ അനന്തു? ഉണ്ട്. അത് കാത്തിരുന്ന് കണ്ടോളൂ അല്ലേ? ആണോ അസ്ന? ആണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായി തന്നെ പെർഫോം ചെയ്യാം. എല്ലാ വിഷസും. പിഞ്ചായ നാള് തൊട്ട് പഞ്ചാര മാഞ്ചുവെട്ടിൽ കൊഞ്ചിക്കുഴഞ്ഞ് ഞമ്മൾ കാത്തിരുന്നല്ലോ, കൊഞ്ചിക്കുഴഞ്ഞ് ഞമ്മൾ കാത്തിരുന്നല്ലോ. പഞ്ചാര മാവ് പൂത്ത് പഞ്ചാര കായ് പഴുത്ത് പഞ്ചരസം നുകരാൻ കാലമായല്ലോ, പഞ്ചവർണ്ണ കിളിയെ കാലമായല്ലോ. പിഞ്ചായ നാള് തൊട്ട് പഞ്ചാര മാഞ്ചുവെട്ടിൽ കൊഞ്ചിക്കുഴഞ്ഞ് ഞമ്മൾ കാത്തിരുന്നല്ലോ, കൊഞ്ചിക്കുഴഞ്ഞ് ഞമ്മൾ കാത്തിരുന്നല്ലോ. മനസ്സിൽ കോതി നിറയ്ക്കും മധുരകനി പറിക്കും, മനസ്സിൽ കോതി നിറയ്ക്കും മധുരകനി പറിക്കും. കനവിൽ പഴങ്ങൾ തിന്നണ കിളിയും വന്നെത്തും, കനവിൽ പഴങ്ങൾ തിന്നണ കിളിയും വന്നെത്തും. ദാഹം പെരുകിടുമ്പോൾ മോഹം വളർന്നിടുമ്പോൾ സ്നേഹത്തിൻ മാമ്പഴത്തെ കാക്ക കൊത്തല്ലേ, സ്നേഹത്തിൻ മാമ്പഴത്തെ കാക്ക കൊത്തല്ലേ. ദാഹം പെരുകിടുമ്പോൾ മോഹം വളർന്നിടുമ്പോൾ സ്നേഹത്തിൻ മാമ്പഴത്തെ
ഈ മനോഹരമായിട്ടുള്ള പെർഫോമൻസിന് നമ്മുടെ ഫിറോസ്കയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് ആ മുഖം പറയുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഫിറോസ്ക ഇവരുടെ ഈ പ്രണയഗാനം? ഉഷാറായി കേട്ടോ, നന്നായി പാടി രണ്ടുപേരും. KMK വെള്ളയിൽ എന്ന് പറയുന്ന ഒരുപാട് കാലഘട്ടം പാട്ടിന് വേണ്ടി കോഴിക്കോടിൻ്റെ ഒരു ചരിത്രത്തിൽ ഒരുപാട് കാലഘട്ടം ഒരുപാട് പാട്ടുകൾ പാടിത്തന്ന് അതിലുപരി ഒരുപാട് സംഘങ്ങളെ ഇങ്ങനെ നിലനിർത്തിയ ഒരുപാട് കലാകാരന്മാർക്ക് അദ്ദേഹത്തിന് കിട്ടുന്നത് 5 ആണെങ്കിൽ 10 പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് പാട്ടിനോടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് പാട്ടുകൾ പാടിത്തന്ന വലിയൊരു പാട്ടുകാരൻ്റെ. അസ്നയ്ക്ക് എന്തൊരു ഇമ്പ്രൂവ്മെൻറ്റാണ് മോളെ, അസാധ്യമായിട്ട് പാടി എന്ന് തന്നെ പറയാം കേട്ടോ. ഈ പാട്ടിൻ്റെ എല്ലാ തലങ്ങളും തൊട്ട് മോള് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി, എന്നാൽ എല്ലാ സ്ഥാനങ്ങളും തൊട്ട് പാടി, നന്നായി പാടി കേട്ടോ. അനന്തവും എല്ലാ ഭാഗങ്ങളും പാടി. അനന്തവിന് അവസാനം ഒരു താഴേക്ക് വരുന്നൊരു പ്ലാനില്ലേ, അതൊക്കെ ചില സ്ഥലങ്ങളിൽ ഒന്ന് മിസ്സിങ്. അനന്തു പാടാൻ ശ്രമിച്ചു, പക്ഷെ അത് ഒരു എവിടെയോ ഒരു മിസ്സിങ് കേട്ടോ. പിന്നെ അനന്തുവിന് സ്ക്രാച്ച്, അത് അനന്തുവിൻ്റെ ഒരു നേച്ചറാണ് അങ്ങനെ പാടുക എന്നുള്ളത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഇനി ഷബ്നം. ഗ്രേറ്റ് ഡ്യുവറ്റ്. നല്ല ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്ന ഒരു ഡ്യുവറ്റായിരുന്നു. ഒത്തിരി ഒരു എന്തോ ഒരു സംതിങ് ന്യൂ ഉണ്ട് ആ ഒരു ഡ്യുവറ്റിൽ. കമ്പോസിങ്ങിലാവാം എന്തോ നല്ലൊരു രസമുള്ളൊരു പാട്ട്. നന്നായിട്ട് തന്നെ പാടി. അസ്ന അൺബിലീവബിൾ കേട്ടോ. മോൾക്ക് ഒരു ഷൈനസ് ഉണ്ട്, മോൾ അനങ്ങാതെ നിന്ന് പാടുന്ന നാണം കുടുങ്ങി കുട്ടിയായിരുന്നു എന്നൊക്കെയാണ്. അതൊക്കെ ഇപ്പോൾ അസ്ന മാറ്റി എഴുതി. അനന്തവും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ശ്രുതി നമുക്ക് മനസ്സിലാവില്ല, എന്നാലും ഇങ്ങനെ ചെറുതായിട്ടൊന്നും കയറിയിട്ട് നിൽക്കുന്ന പോലെ ചില ഭാഗങ്ങളിൽ. അതേ ഉള്ളൂ മോനെ, വേറെയൊക്കെ നന്നായിട്ടാണ് പാടി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ഷബ്നം. സജ്ല. ഇവിടെ ഈ കുട്ടിപ്പട്ടർമാരിൽ ഇപ്പോൾ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന 2 കുട്ടികളാണ് അനന്തു ആൻഡ് അസ്ന. ഭയങ്കര മാറ്റമാണ് കേട്ടോ രണ്ടാളും നമ്മൾ കാണുന്നത്. അനന്തുവിടെ പാട്ടിപ്പോൾ ആദ്യം കേൾക്കുന്നവർക്ക് തോന്നാം ഇതെന്താണ് അനന്തു, നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അനന്തു ഭയങ്കരമായിട്ട് പാടിയോ. പക്ഷേ അനന്തു ആദ്യം നിങ്ങളുടെ രണ്ടാളുടെയും ആ ഒരു ഗ്രാഫ് നോക്കിയാൽ അറിയാം നിങ്ങളിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അതാണ് നമ്മളിങ്ങനെ എടുത്ത് പറയുന്നത്. എന്തായാലും എനിക്കിഷ്ടമായിട്ടോ രണ്ടാളുടെയും സിംഗിങ്. താങ്ക് യു സജ്ല. സോ ഇനി നമുക്ക് ഡ്യുവറ്റ് റൗണ്ടിലെ അസ്നയുടെയും അനന്തകൃഷ്ണൻ്റെയും പെർഫോമൻസിനെ കുറിച്ചുള്ള ജഡ്ജസിൻ്റെ വിലയിരുത്തലുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് മാർക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ആദ്യം അസ്നയുടെ മാർക്ക് ചോദിക്കാം അല്ലേ? നോക്കാം. ആദ്യം ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? 39 on 40. 39 മാർക്കാണ് നൽകിയിരിക്കുന്നത്. സജ്ല on 30. അസ്നയ്ക്ക് 29 on 30. അഗൈൻ ഷബ്നം on 30. എത്ര മാർക്കാണ്? 29.5. 29.5. സോ 97.5. 97.5 മാർക്കാണ് അസ്നയുടെ ഡ്യുവറ്റ് റൗണ്ടിലെ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി അനന്തു on 30 എത്ര മാർക്കാണ്? സജ്ല 28 on 30. ഷബ്നം on 30. 28.5. 28.5 on 30. 40-ൽ എത്ര മാർക്കാണ് ഫിറോസ്ക അനന്തുവിന്? 38.5. 38.5. സോ ടോട്ടൽ മാർക്സ് 95. 95 മാർക്കാണ് അനന്തുവിൻ്റെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അനന്തു കുറച്ചുകൂടി വാങ്ങായിരുന്നു അല്ലേ മാർക്ക്? കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടാമായിരുന്നു. സാരമില്ല, അടുത്ത റൗണ്ട് ഇനിയും വരും. പെർഫോം ചെയ്യാനുള്ള വേദിയുണ്ട്. ഒരുപാട് സന്തോഷം അനന്തു ആൻഡ് അസ്ന ഇവിടെ എത്തിയതിന്, നല്ലൊരു ഡ്യുവറ്റ് സമ്മാനിച്ചതിനും. താങ്ക് യു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഈ വേദിയിൽ ഉമ്മ റൗണ്ടിൽ ഉമ്മയുടെ സ്നേഹ വാത്സല്യങ്ങളെ കുറിച്ചൊക്കെയുള്ള നല്ലൊരു പാട്ടുമായി എത്തുന്നു നമുക്ക് പ്രിയങ്കരനായ ഇർഫാൻ. അടുത്തതായി പാടാൻ പോകുന്ന ഉമ്മ റൗണ്ടിൽ ഇർഫാനിക്കയാണ്. ഇക്കാലത്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഹായ് ഇർഫാനിക്ക. ഉമ്മ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ അരിമുല്ലപ്പൂ മണം വീശുന്ന പാടുന്ന പാടാൻ പോകും. ഉമ്മ ഇഷ്ടമാണോ വാപ്പ ഇഷ്ടമാണോ? രണ്ടാരും ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ ഉമ്മയാണ് ഇഷ്ടം. ഇപ്പോൾ രണ്ടിലേയും പാടാമോ ആ പാട്ട്? അരിമുല്ലപ്പൂ മണം വീശുന്നു നല്ല നറുനീലാവും കുളിരേകുന്നു ആരോമാ കുഞ്ഞേ ഉറങ്ങുറങ്ങറപ്പിൻ തിരുക്കാവളിൽ ഉറങ്ങുറങ്ങ. നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്.
ഇർഫാൻ ചേച്ചി ഉമ്മ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഉമ്മയ്ക്കുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ അല്ലേ? ഏത് പാട്ടാണ്? അരിമുല്ലപ്പൂ മണം വിശന്നു എന്ന് പറയുന്ന പാട്ട്. ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇർഫാൻ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മയും പാട്ട് ആസ്വദിക്കാൻ റെഡിയാണ്. അപ്പോൾ അധ്യാപികയായിട്ടുള്ള ഉമ്മ എങ്ങനെ ഈ പാട്ടിനെ വിലയിരുത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പെർഫോമൻസിലേക്ക്. ഓൾ ദി ബെസ്റ്റ് ഇർഫാൻ. ചേച്ചി അരിമുല്ലപ്പൂ മണം വീശുന്നു നല്ല നറുനീലാവും കുളിരേകുന്നു ആരുമാക്കുന്നേ ഉറങ്ങുറങ്ങ് റബ്ബിൻ തിരുക്കാവലിൽ അരിമുല്ലപ്പൂ
ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ ഉമ്മ റൗണ്ടിലെ ഇർഫാൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇർഫാൻ ചേച്ചി നല്ലൊരു താരാട്ടുപാട്ട് അല്ലേ? ഉമ്മ കുട്ടിക്കാലത്ത് പാടിത്തുന്ന താരാട്ടുപാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്? കുഞ്ഞിനൊരുമ്മ. അപ്പോൾ ഉമ്മയെ കൊണ്ട് വീണ്ടും നമുക്ക് ആ പാട്ടൊന്ന് പാടിപ്പിക്കണം. യെസ്, ഉമ്മയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കുഞ്ഞേ ഉറങ്ങുറങ്ങ് റബ്ബിൻ തിരുകാവലിൽ. എന്താണ് ഉമ്മ ആ സമ്മാനമായി കൊണ്ടുവന്നിരിക്കുന്നത്? പൊന്നുമോന് വേണ്ടി ഡ്രസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പൊന്നുമോനുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇർഫാൻ 2 കൈയും നീട്ടി ഉമ്മയുടെ ഇന്ന് ആ സമ്മാനം വാങ്ങിക്കൊടുക്കും. ഉമ്മയ്ക്ക് അവിടെ ഇരുന്ന് ഈ പാട്ട് കേട്ടപ്പോൾ, ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് കേട്ടപ്പോൾ എന്ത് തോന്നി? ഇതൊരു താരാട്ട് പാട്ടാണ്. ഒരു താരാട്ട് പാട്ട് ഇർഫാൻ്റെ ശബ്ദത്തിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പഴയ ഓർമ്മകളിലേക്ക് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഉമ്മ ഇർഫാന് പാടി കൊടുക്കാറുള്ള ആ പാട്ട് 2 പേര് നമ്മുടെ പ്രേക്ഷകർ കൂടി വേണ്ടി. കുഞ്ഞിലെ ഞാൻ പാടിക്കൊടുക്കുമായിരുന്നു അവന്. ഇപ്പൊ പാടി അവൻ എന്നെ വിമർശിക്കും, കാരണം ഒരുപാട് മിസ്റ്റേക്സ് ആണ് അതിനകത്ത്. എന്നേക്കാൾ വളർന്നു പോയവൻ. ഞാൻ 2 പേര് പാടാം. യെസ്. കുഞ്ഞിനോരുമ്മ കുഞ്ഞി കൈകളിലൊരുമ്മ പഞ്ചാരമുത്തിന് 5-6 പഞ്ചമരാഗം കേട്ടുറങ്ങ് പുഞ്ചിരി ചുണ്ടത്ത് ചാർത്തിയുറങ്ങ് കുഞ്ഞിനോരുമ്മ. തീർച്ചയായും ഉമ്മ പഴയകാല ഓർമ്മയിലേക്ക് പോയല്ലേ? ഇർഫാൻ കുഞ്ഞായിരുന്നപ്പോൾ മടിയിൽ വെച്ച് പാട്ട് പാടി. ഓക്കെ, ഇപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇത് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാള് ഉമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ എൻ്റെ ഫാദർ എല്ലാ വർഷങ്ങളായിട്ട് തന്നെ ഈ കൈരളിയുടെ പട്ടുമാൽ ഷോ നല്ലതുപോലെ വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ വാപ്പച്ചി പറയുമായിരുന്നു, എൻ്റെ ഏതെങ്കിലും മക്കളെ ഒന്ന് ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന്. പക്ഷേ ഇപ്പോഴെനിക്ക് സാധ്യമായത് അതിന്. പക്ഷേ ഇപ്പോഴെൻ്റെ ഫാദർ എന്നോടൊപ്പം ഇല്ല. ആ ഒരു സങ്കടം എനിക്കിപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഏറ്റവും അധികം സന്തോഷിക്കുന്നല്ലേ, നമ്മൾ കാണുന്നില്ല, എവിടെയോ ആ വാപ്പച്ചിയുണ്ട്. ഉമ്മ ഇനി നമുക്ക് ഇർഫാൻ്റെ പെർഫോമൻസിനുള്ള മാർക്ക് അല്ലേ? അതിനു മുമ്പ് ജഡ്ജസിൻ്റെ കമൻറ്റിലേക്കും പോകണം. ആദ്യം ഫിറോസ്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫിറോസ്ക, എങ്ങനെയുണ്ടായിരുന്നു ഈ മനോഹരമായ താരാട്ടുപാട്ട്? മോന് ഇർഫാന് ഉമ്മയോട് ചെയ്യാവുന്ന, ഉമ്മയെ ഓർത്തുകൊണ്ട് പല കുട്ടികളും ഉമ്മയുടെ മാഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാടി. അപ്പോൾ ഇർഫാൻ പാടിയത് ഉമ്മ മോന് വേണ്ടി പാടിത്തന്ന താരാട്ട്, അതിനേക്കാൾ വലിയൊരു പാട്ട്. ഉമ്മ പാടിത്തന്നൊരു പാട്ട് മോൻ കേട്ട് വളർന്ന് അതിൽ നിന്ന് തുടങ്ങുന്നു മോൻ്റെ വളർച്ച. മോൻ്റെ എല്ലാ വളർച്ചയും ഉമ്മയിൽ നിന്ന് തുടങ്ങുന്നു. വളർന്ന ഇർഫാൻ ഉമ്മയ്ക്ക് തിരിച്ചു ചെയ്യാവുന്ന ഏറ്റവും വലിയ ഡെഡിക്കേഷൻ ഒരു താരാട്ട് ഉമ്മയ്ക്ക് തിരിച്ചു പാടിക്കൊടുത്തു. അതാണിപ്പോൾ മോൻ ചെയ്തത് കേട്ടോ. ഭയങ്കര സന്തോഷം എനിക്ക്. മോന് ശബ്ദത്തിനൊന്നുകൂടി ഒരു ഗെയിൻ കൊടുത്ത് പാടുക. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൈക്കിൻ്റെ പ്ലേസ്മെൻ്റ് എപ്പോഴും വെരി ക്ലോസർ ടു മൗത്ത് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ മോന് പ്രാക്ടീസിലൂടെ അത് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ സംഗതികളൊക്കെ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തൊക്കെ പാടിക്കളയും ചിലതൊക്കെ കേട്ടോ. മോനെ മനോഹരമായിട്ട് പാടി. താങ്ക് യു ഫിറോസ്ക. ശബ്നം ബ്രില്യൻറ്റ് പ്രൊഫഷണൽ സിംഗിങ്. താങ്ക് യു. മോൻ്റെ വളരെ, അതായത് ടോട്ടലി പ്രൊഫഷണൽ ആയിരുന്നു ഇന്നത്തെ ആ സംഗതികൾ പാടിയതെന്ന് പറഞ്ഞാൽ. ആ തിങ്സിനൊക്കെ എന്തൊരു മോഡുലേഷനാണ് മോനെ കൊടുത്തത്. ഞാനത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇത്രത്തോളം ഒരു ഈ അധികം ഈ നിങ്ങൾ കുട്ടികളല്ലേ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ മോഡുലേഷൻസ് ആ തിങ്സിനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന പ്രായം ആണിത്. ആ മോഡുലേഷൻ എന്താണ് എന്നൊക്കെ പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഇത്രയും മോഡുലേഷൻസൊക്കെ കൊടുത്ത് പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് വെരി ഗ്രേറ്റ് മോനെ ഇർഫാൻ. പറയാതിരിക്കാൻ പറ്റില്ല. ഹാർട്ടിനുള്ളിൽ കയറിയിട്ട് എന്തോ എനിക്കറിയാം എങ്ങനെയാണ് പറയേണ്ടതെന്ന്. സംതിങ് വെരി വെരി സ്പെഷ്യൽ ആൻഡ് ഗ്രേറ്റ്. ബ്രില്യൻറ്റ്. താങ്ക് യു ശബ്നം. സജ്ല, നല്ലൊരു പാട്ടായിരുന്നു മോനെ, നന്നായിട്ട് തന്നെ പാടി ഇർഫാൻ. നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചരണം അത് മോൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു എന്തോ ഒരു മിസ്സിങ് പോലെ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് പാടി. പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്തതൊക്കെ നല്ല
ക്ലീൻ ആയിരുന്നു, നല്ല വൃത്തിയായിട്ടാണ് എൻ്റെ ചെയ്തത്. അല്ലാതെ ഒപ്പിച്ചങ്ങ് പാടി എൻ്റെ ചെയ്തില്ല. നല്ല വൃത്തിയായിട്ട് മോൻ്റെതായ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് തന്നെ നിർത്തി. എനിക്ക് നന്നായി ഇഷ്ടമായി ഇർഫാൻ. എക്സലൻറ്റ്. താങ്ക് യു സജ്ല. സോ 3 ജഡ്ജസിൻ്റെ കമൻറ്റ് കേട്ടു. ഇനി നമുക്ക് മാർക്ക് അറിയണം അല്ലേ ഇർഫാൻ? അപ്പോൾ എത്ര മാർക്കാണ് ഓൺ 30 ഇർഫാൻ ലഭിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഷപ്നം. നോ ഡൗട്ട് വീണ 30. 30 on 30 for the brilliant performance. Again on 30 സജ്ല എത്രയാണ്? 30. Again 30. So 60 മാർക്സ് കിട്ടിയിരിക്കുകയാണ്. ഇനി 40-ൽ എത്രയാണെന്ന് അറിയണം. ഫിറോസ് കാ. 39.5 അല്ല 40. 40 on 40. So 100 മാർക്സ് ആണ് ഇർഫാന് ഈ റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് തന്നത്. 100-ൽ 100 മാർക്ക്. ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് റൗണ്ട്സ് ഇനി മുന്നിലുണ്ട്. എല്ലാത്തിലും 100-ൽ 100 തന്നെ കിട്ടട്ടെ. എല്ലാ വിഷസും ഇർഫാൻ. താങ്ക് യു ചേച്ചി. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ട് റുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലെ താരത്തിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. അസ്ന, തേജ, അനന്തകൃഷ്ണൻ ആൻഡ് ഇർഫാൻ. 100 മാർക്കുമായിട്ട് ഇർഫാൻ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇവരിൽ ആരാണ് ഇന്നത്തെ ഓവറോൾ പെർഫോമൻസ് വെച്ച് സ്റ്റാർ ആവുക നമുക്കറിയില്ല. ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് തേജയോ അസ്നയോ ആണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എന്നുണ്ടെങ്കിൽ പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ്. ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി. സോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് ഗായിക സജ്ല റെഡിയാണ് ഇന്നത്തെ സ്റ്റാറിനെ ഡിക്ലെയർ ചെയ്യാൻ. സജ്ന, ഇന്നത്തെ സ്റ്റാർ ആരാണ്? ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമുണ്ടെന്ന്. കാരണം എല്ലാവർക്കും അറിയാം ഇന്നത്തെ ബെസ്റ്റ് സിംഗർ ആയിരുന്നു ഇർഫാൻ. അപ്പോൾ നമ്മളുടെ ഇർഫാൻ തന്നെയാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ്. ഹാർഡി കൺഗ്രാറ്റുലേഷൻസ് ഇർഫാൻ. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി തരുന്ന നല്ലൊരു സമ്മാനം വരുന്നുണ്ട്. ഓക്കെ, കൺഗ്രാറ്റ്സ്. മണം വീശുന്നു നല്ല നറുനീലാവും കുളിരേകുന്നു അരുമ കുഞ്ഞേ ഉറങ്ങുറങ്ങ് റബ്ബിൻ തിരുക്കാവലിൽ ഉറങ്ങുറങ്ങ് അരിമുല്ലപ്പൂ മണം വീശുന്നു നല്ല നറു